നമ്മളിങ്ങനെ ബാർസലോണ കരിയർ മോഡ് എപ്പിസോഡ് നമ്പർ 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കമൻസ് അയക്കുക. പക്ഷേ ആ കമൻസ് നമുക്ക് ടാബ് കാണുന്നില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ഫോണിൽ കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കമൻറ്റ് സമൂനെ മാറ്റിയിട്ട് ടോറസിനിടാനാണ് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ. അത് നല്ല കാര്യമാണ്, എന്നാലും നമുക്ക് 2 മാച്ച് ഇട്ടൊന്ന് നോക്കാം. പിന്നെ അന്ന കമൻറ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് സീസണിൽ സമൂനെ വിറ്റിട്ട് അൽവാറസിനെ കൊണ്ടുവരലാണ്. പിന്നെ ഒരു ആർസണൽ ടേക്ക് ഓവർ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്യാൻ പോകും. ഈ ഒരു സീരീസ് എന്താവട്ടെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ സ്കോഡ് മൊത്തം ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നാണ്. അതായത് ഇനിയോ മാർട്ടീനസിനെ സ്റ്റാർട്ടിങ്ങിൽ ഇടണമെന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ ഈ ഫോർമേഷൻ ചെയ്തോക്കാൻ പറഞ്ഞിട്ട് ഈ ഫോർമേഷൻ മതി കേസ്, ശരിയാവില്ല. പിന്നെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഏതൊരു പ്ലെയറിനെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്ലെയറിൻ്റെ പേരിട്ടുന്നില്ല, വായിക്കാൻ പറ്റില്ല, വല്ലാത്തവരാണ്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ചെയ്യുന്നില്ല, അതിൽ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സീസണിലേക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ സെറ്റ് ചെയ്യാം. മോഡിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത അടിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ നമ്മളെ മയോറിൻ്റെ ചാൻസ് കിട്ടി. ഒക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. നാട്ടിൻ്റെ സ്കോഡിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് ജയിപ്പിക്കാൻ പറ്റുമോ നോക്കാം. പിന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട് യങ്സ്റ്റേഴ്സ് ഡാൻസൊക്കെ. അപ്പോൾ അതെന്തായാലും നമുക്ക് കൊടുക്കാം. യങ്സ്റ്റേഴ്സായിട്ട് കസാഡ്, ടോറയും സമൂഹം പാറ്റിയെല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ചാൻസ് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കസാഡോന്ന് ഇറക്കാം ഈ പ്രാവശ്യം. ഫെർമീൻ ഡിയോങ്ങനെ പോക്കാം. പിന്നെ നമ്മൾ 40 ഇതിലാണ് കളിയാക്കാം. അടിക്കടാ ഗോള്. മയോർക്കൊക്കെ നമ്മളെ ലാസ്റ്റ് സബ് വരുത്തിക്കും. അൻസു ഫാറ്റിനെ ലാസ്റ്റ് മിനിറ്റിൽ ഇറക്കുവാണ്. ഈ പെട്രീനെയാണ് നമ്മളെ ക്യാപ്റ്റനാക്കി നിയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, പെട്രി മൈ ക്യാപ്റ്റൻ, ക്ലബ്സ് ക്യാപ്റ്റൻ. അൻസു ആണ് ഇപ്പോൾ കറൻലി ഇത് അണിഞ്ഞിരിക്കുന്നത് 10 നമ്പർ. അൻസു 10 നമ്പറിൻ്റെ ഫിറ്റ് തന്നെയാണിപ്പോഴും. ഇവിടെ പ്ലേയേഴ്സ് നല്ല അൻസു ഫാറ്റിയാണ് കളിക്കുന്നത്. ഓക്കെ, അൻസു ഫാറ്റി ടു ടോറസ് ആടി അൻസു വന്നപാടന്നെ ഗോളും റെസ്റ്റ് നൽകി. പറഞ്ഞ അൻസുവിനാണ് നമ്മുടെ സ്റ്റാർ. ലാസ്റ്റ് മിനിറ്റ് സ്റ്റാർ. പക്ഷെ ടോറസിന് അധികാരപ്പെട്ടതായിരുന്നു, മാൻ ഓഫ് ദ മാച്ച് അർഹതപ്പെട്ടതായിരുന്നു. പക്ഷേ ടോറസ് കുറേ നേരമല്ല കളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും മേ ബി. എന്തായാലും ഈ ഒരു എപ്പിസോഡിലേക്ക് സമ്മർ ജനുവരി ട്രാൻസ്ഫർ ആക്കാൻ നോക്കുന്നതായിരിക്കും.
നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡിൽ ആരെയൊക്കെ സെൻഡ് ചെയ്യാമെന്ന് പറയണ്ട, ആരൊക്കെ സെല്ല് ചെയ്യണം എന്ന് പറയണം. അതിന് വേറെ ആരും സെൻഡ് ചെയ്യാനായിട്ട് പറയില്ല, അങ്ങോട്ട് പൈസ നടക്കുന്നില്ല. 2025 ട്രാൻസ്ഫേഴ്സ് റിയലിസ്റ്റിക് ആവും, റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യും. അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ഇപ്പം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മോദരാഷ്ട്രയിൽ നിങ്ങൾക്ക് ഇറക്കാം. അൽവാരസിനെ സെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടോറസ് പാസ് ചെയ്തിട്ട് ഗാഡിൽ നിന്ന് ഇറങ്ങാൻ നോക്കരുത്. അടുത്തോണ്ട് ഗാഡിൽ മുതൽ ഇറങ്ങി വെക്കും. പുറത്തേക്ക് അടിച്ച് ടോറസ് അങ്ങനെ പ്രസ്താവന പിന്നെ ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് സാമാന്യല്ലാണ്ട് വിക്ടറിനെ ഇറക്കാം. പിന്നെ നമ്മളെ യമാലിനെ ചേഞ്ച് ചെയ്യുന്നില്ല, കൊവാർസിനെ ഇറക്കാമല്ല. പിന്നെ നമ്മളെ മാർട്ടിൻ ഇറക്കണം, വാൾഡെ കിടന്നോട്ടെ. പിന്നെ നമ്മൾ പാബ്ലോ ടോറേനെ ഇറക്കിയിട്ടുണ്ട്, കസാഡോനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഹീറ്റർ ഫോർഡിനെ ഇറക്കിയിട്ട് അൻസു ഫാറ്റിനെ ഇറക്കണമെന്നുണ്ട്, ചാവില്ല. നമ്മളെന്തായാലും അൻസു ഫാറ്റിനെ ഇറക്കുന്നില്ല തൽക്കാലത്തേക്ക്. യെസ്, ഓക്കെ. കുറേ ചേഞ്ചസ് ആയിട്ട് നമ്മൾ വന്നു. സ്ഥലത്തേക്കല്ല യങ്സ്റ്റേഴ്സ് മാർക്കസ് റാഷ്ഫോർഡ് ഇങ്ങോട്ട് വന്നാൽ ഈ ജനുവരിയിൽ നമ്മൾ മാർക്കസിനെ സൈൻ ചെയ്യും. ഞാൻ വെറുതെ ഇറങ്ങിയ മാർക്കസിനെ സൈൻ ചെയ്യേണ്ട പൈസ കൊടുത്താണ് കേട്ടോ. അവൻ്റെ വാല്യൂ എത്രയാണ്. പിന്നെ നമുക്കൊരു ബഗ് അടിച്ചിട്ട് 2 സ്കൗട്ട്സിനെ കിട്ടിയിട്ടുണ്ട്. മാർക്കസ് എന്തായാലും അതുകൊണ്ട് സ്കൗട്ട് ചെയ്ത് വെക്കുക. ഒരു നിങ്ങൾ വായിക്കണം വേണ്ടിയാണ്. ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കും. കുറേ എപ്പിസോഡിൽ കളിക്കും. അപ്പം എന്തായാലും കളിക്കല്ലോ. ക്യാപ്റ്റൻസ് സാധാരണ ടീമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാസെല്ലാം കൊടുക്കും. റാഫിനെ കൂടുതലാണ് അടിക്കുന്നത്. വേറെ റഫീന ബാറ്റാണ്. ഗോൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ അസാസിനെതിരെ. ടോറസ് കൊള്ളാം കേട്ടോ. പക്ഷെ നമുക്ക് സമയം കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. ഈ 2 മാച്ച് സെയിം ആയിട്ട് സമയമാണ് ടോറസിൻ്റെ ബെസ്റ്റ് നോക്കാം. ഇന്ത്യ ആൾക്കാർ ഈക്വലായിട്ടായിരിക്കും. നമുക്കെന്തായാലും ഈ കളി മനസ്സിലാക്കാം. എത്ര കഷ്ടപ്പെട്ടെന്ന് പറയാമോ ഡിഫൻസ് ചെയ്യാൻ. അതെങ്ങനെയാണ് ഗോളായേ? ഞാൻ പറഞ്ഞ പോലെ ഈസി ഡിഫിക്കൽട്ടിലാണുള്ളത്. ഈസി ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പാവം വിക്ടറിനെ സമൂഹം ഇറക്കുക. ഈസി ഡിഫിക്കൽട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല.
മിഡിൽ ക്ലാസ്സാണ്, എനിക്കത് ഈസിയാണ്. ഇപ്പോൾ ആദ്യമെല്ലാം ടഫാണ്, PCP. പിന്നെ നമ്മൾ ഇറക്കുന്നത് ഫോണിൽ മാക്സിമം വർക്ക് കളിച്ചു, അത് നമുക്ക് യൂസ് ആവും. പിന്നെ നമ്മൾ കസാട് ഈ കളി ഇറക്കുന്നില്ല. നേട്ടങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ എത്തിക്കുന്നത്. ഒരു ഗോൾ കിട്ടാതെ ഇത്രയും നേരമായിട്ടും ഗോൾ അടിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഓക്കെ ഡിയോനായിട്ട് ടോറേന്ന് ഇറക്കാം. ടോറസ് പാസ് ചെയ്യുന്ന ചെയ്തിട്ട് ഓക്കെ ടോറേന്ന് ഇറക്കിയപ്പോഴത്തേക്ക് നമ്മളൊരു ഗോൾ അടിക്കുന്നതാണ്. സമൂഹമാണല്ലോ നമ്മളുടെ നമ്പർ Samu is great. സസുന നമ്മുടെ ക്ലീൻ ഷീറ്റ് പോകുന്നതെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഗോ ഗൈസ്. ആ ചേഞ്ച് നല്ലതായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അൻസു പൊളിയാട്ടാ, അൻസു സീനാണ്. അടുത്ത സീസണിൽ ക്ലാസ്സൊക്കെ എങ്ങനെ റിട്ടേൺ കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ സമൂ 4 മാച്ച്, ടോറസ് 7 മാച്ചുമാണ് കളിച്ചത്. ഇതിനകത്ത് സമൂ തന്നെയാണ് ഇപ്പോഴും ബെറ്റർ. ബിക്കോസ് 4 മാച്ച് കൊണ്ട് ടോറസ് 7 മാച്ച് കൊണ്ട് അടിച്ചത് 10 ഗോൾ കോൺട്രിബ്യൂഷനാണ്. 4 മാച്ച് കൊണ്ട് സമൂ എടുത്തത് 7 ഗോൾസ്. പിന്നെ ഇത്രയും കുറച്ച് മാച്ച് കളിച്ചുകൊണ്ടായിരിക്കും സമൂ ഇസ് ഗുഡ്. ആൻഡ് ഓൾസോ നമ്മൾ ഫസ്റ്റിലാണുള്ളത്. നമ്മൾ സെവിലേക്ക് വരെ സ്കിപ്പ് ചെയ്യാണ്. ഈ ടീമിൽ വെച്ച് സ്കിപ്പ് ചെയ്യാൻ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ഡ്രോ പിടിച്ചു. ചെറിയ സോസിയറിൻ്റെ സെയിം പോയിൻ്റ് ആയതുകൊണ്ട് കയറി സീസൺ എന്തായാലും നമുക്കിനി സമൂന് ഫസ്റ്റിലിടാം. ആൻഡ് ഓൾസോ നമ്മൾ യമാലിനെ സബ്ബാക്കി അൻസുനെ ഫസ്റ്റിലിടുകയാണ്. പിന്നെ നമ്മളെ ഗാവി ഇറങ്ങിയ സ്ഥിതിക്ക് എടുത്തിട്ടുണ്ട്. രണ്ട് ഫെറമി മൊത്തം ബാക്ക് പോയിട്ട് മാർക്ക് ബേണലിനെ നമുക്ക് സബിലിടാം. ഗാലിക്കെതിരെ നമ്മൾ നല്ല സ്കോഡൊന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഗുഡ് സ്കോഡാണിത്, പറ്റും നമുക്ക് എന്തായാലും. ഓക്കെ, നമ്മൾ എന്തായാലും ആൽവേസിനെതിരെ ജയം ഉറപ്പിച്ചേക്കാണ്. സെറിന് ഗോൾഡുണ്ട് സൈറ്റ്. നമ്മൾ ഷെയിൻ നല്ലൊരു മാത്രമായിരിക്കും കരിയർ മോഡ് ചെയ്യാറ്. നമ്മളെന്തായാലും ഒരു ഷഡോൾ എന്തായാലും ഇടുന്നതായിരിക്കും. മാത്രം അങ്ങനെ അടിക്കില്ല എനിക്ക് തോന്നുന്നു. നമ്മൾക്ക് അങ്ങനെ കറക്കി അടിക്കാൻ അറിയാമെന്ന് തോന്നുന്നു. പിന്നെ റാഫിനൊക്കെ അങ്ങനെ അടുപ്പിച്ചാക്കിയപ്പോൾ ഗോളായിട്ടില്ല. സ്പെഷ്യലിസ്റ്റ് ഓക്കെ. ഈ സബെല്ലാം വരുത്തിക്കാണ്ട് ഞാനങ്ങ് പോയി കഴിഞ്ഞ് മാർക്കസ് റഷോഡിൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. പൊട്ടൻഷ്യൽ അത്യാവശ്യമുള്ള പ്ലെയറാണ്. പിന്നെ 26 വയസ്സായിക്കോളൂ, 81 റേറ്റിംഗ് ഉണ്ട്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസുമാണ്. പിന്നെ ലോണിൽ വിടില്ല. ഒരു 30 മില്യൺ എന്തായാലും കിട്ടും. സൈൻ ചെയ്യണേ നിങ്ങൾ പറ. നമ്മളത് സമൂനെ സ്റ്റാർട്ടിലിടുകയാണ്. പോരാ കളിച്ചപ്പോൾ നല്ലോണം കളിച്ചിട്ടുണ്ടെങ്കിലും അത്ര പോരാ. ബേളെല്ലാം ഇറക്കാൻ വിട്ടുപോയത്. അതുകൊണ്ട് ഈ കളി ബേളെന്ന സബിലേക്കിട്ട് ലീവ്
മിസ്സാണ്, അയാൾക്ക് അടിച്ചിട്ടുണ്ട് ഗോളാണ്. ഓക്കെ നമ്മുടെ ആരാണ്? ഓക്കെ റാഫീനിയ ഈസ് റണ്ണിങ്. റാഫീനിയ ദ സോളോ ഗോൾ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ ലാസ്റ്റ് സമ ഗോൾ അടിച്ചിട്ടുണ്ട്. ടോറസിൻ്റെ 7 മാച്ച് കടുത്തോ നമുക്ക് നോക്കാം. നമുക്ക് പെഡ്രീൻ്റെ സോളോ റൺ ഓപ്പർച്യൂണിറ്റി ചെയ്ത് നോക്കിയാലോ. പെഡ്രി നെക്സ്റ്റ് ഇനിയസ്റ്റ് എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. പെഡ്രീൻ്റെ അവിടുത്തെ പെഡ്രിയെ ക്യാപ്റ്റൻ ആക്കാൻ പറഞ്ഞിരിക്കുന്നു ഗൈസ്. പെഡ്രി ഇപ്പോൾ സെക്കൻഡ് ക്യാപ്റ്റനാണ്. എനിക്ക് തോന്നുന്നില്ല പെഡ്രിക്ക് ക്യാപ്റ്റൻ ആവാൻ ക്യാപ്റ്റനായിട്ട് നിൽക്കാൻ പറ്റുമെന്ന്. ഓക്കെ നമ്മൾ രണ്ടാൾക്കാർക്ക് ഇടയിൽനിന്നാണ് ആ ഗോൾ അടിച്ചത്. പിന്നെ കളർ ട്രൈ ചെയ്തൊക്കെയാണ് ബ്ലൂസ് കളർ. ഓക്കെ ആരാണ്? ഓക്കെ റാഫീനെ അടിക്കുക. ഇറ്റ്സ് റാഫീനിയ ബോയ്, ഇറ്റ്സ് റാഫീനിയ. അപ്പം റാഫീനിയ ഈ സീസണിൻ്റെ ലാസ്റ്റ് ടോപ്പ് സ്കോററാണ്. ജോസ്കോൻ്റെ നമ്മൾ റിയൽ ബെറ്റീസിൽ ആൻ്റണി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളലിന് നമുക്ക് ധൈര്യമായതുകൊണ്ടൊക്കെ അതുകൊണ്ട് തന്നെ ധൈര്യമായ സ്ഥിതിക്ക് നമുക്ക് അൻസൂനെല്ലാം ഇറക്കി കളിയാം. നമ്മൾ ഗാവിനാണ് സബ്ബാക്കുന്ന പെട്രിക്കാരോ. നമുക്ക് ക്യാപ്റ്റൻ ഇല്ല. ഓക്കെ നമുക്കിനി കുബാർസീനെയും കൂടി 1 2 3 4 ഒരാളെയും കൂടി വേണേൽ നമുക്ക് മാറ്റാം. പക്ഷെ നമ്മൾ മാറ്റുന്നില്ല ആരും. ആ ഫോർഡിനെ ഇറക്കി നോക്കടാ. ഫോർഡ് നല്ല കളിച്ചൊക്കെ അൻസു സോളോ റൺ ഓപ്പർച്യൂണിറ്റി. പക്ഷെ അത് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞു. അൻസു ഇല്ലെങ്കിൽ നമുക്ക് പെഡ്രി ഇല്ല. നമുക്ക് അൻസു മേബി നെക്സ്റ്റ് സീസണിൽ ട്രാൻസ്ഫർ ആയിപ്പോകും. നമുക്ക് പറയാൻ പറ്റത്തില്ല. അൻസൊക്കെ വലിയ ചാൻസ് മേബി ചാൻസ് കിട്ടില്ല അധികം ഈ ക്ലബിലുണ്ട്. നെക്സ്റ്റ് സീസണിൽ അൻസുണ്ട് വരെ ഉണ്ടാവില്ല. ലോണിൽ ലോണില്ല ആണ് സംഭവം. അതാണ് വേറെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ യമാലാണ് ടോപ്പ് സ്കോറർ. റാഫീനിയ സെയിം ഗോളാണ്. അസിസ്റ്റും കൂടുതൽ റാഫീനിയക്കാണ്. ഒരു ബാലൻഡോർ റാഫീനിയക്ക് കിട്ടാം. യമാൽ നമ്മൾ കൊണ്ടുപോയാലും നമ്മളെന്തായാലും ഇനി ബെൻഫീക്കൊക്കെ എല്ലാവരും കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാച്ചസ് കളിക്കും. ബട്ട് റിസൾട്ട്സ് മാത്രമേ കാണിച്ചു തരുള്ളൂ. കുറച്ച് മാച്ചസ് കുറേ പിന്നെ യൂസിയൻ മാച്ച് വന്നിട്ടുണ്ട്. കാണിച്ചു തരും. ഓരോന്നും കാണിച്ചു തരും. അങ്ങനെ പറയുന്നുണ്ട്. ഓൾസോ Samo is great man. Samo is cute. എന്താ ലീഡിലല്ലേ ഉള്ളത്. ഫെർമീനെ വെക്കാൻ പറ്റത്തില്ല. അൻസുവിനെ മാത്രം ഒന്ന് ഇറക്കി നോക്കിയാലോ. അൻസു കുറച്ച് ചാൻസ് വരുന്നുണ്ട്. അവിടെ പെട്രിക്കാണ് ക്യാപ്റ്റൻ ബാൻഡ് കൈമാറുന്നത്. പെട്രി ഈസ് ദ ക്യാപ്റ്റൻ. അൻസു ഫസ്റ്റ് കൊടുക്കാടാ. അൻസു ഫസ്റ്റ് നടക്കില്ല. സാറിന് നമുക്ക് അടിക്കാൻ പറ്റില്ല. അടിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചാൽ ഗോളാവില്ല. കാരണം അവിടെ നിന്ന് സമൂഹിനെ കൊണ്ട് തിരിക്കാൻ നോക്കുന്ന മിസ്റ്റേക്ക് അൻസും ഞാനത്തേക്ക് തിരിച്ച് ബോൾ പോയി. നടക്കൂല, ഉറപ്പാണ്. ബെൻഫിക്കൊക്കെ നമ്മൾ വിന്ന് ഉറപ്പിച്ചു.
ഓക്കെ, അങ്ങനെ റോബർട്ട് ലെവൻഡോസ്കി സീനായിട്ടാണ് ചാമ്പ്യൻസ് ലീഗിലുള്ളത്. പിന്നെ നമുക്ക് സിരിയെ പോയേക്കാം. ജൂവന്റസ് തേർഡിലുണ്ട് കേട്ടോ. മേ ബി ലെവൻഡോസ്കി ഗുഡ് പെർഫോമിങ് ആയിരിക്കും അവിടെ. നമുക്ക് വിൽക്കാൻ ഇല്ല ലെവൻഡോസ്കി. പൈസ അത്യാവശ്യം. പെഡ്രി ഷൈൻസ് അറ്റ് ബാർസലോണ കണ്ട. ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യും ഇവിടെ നിന്നില്ലല്ലോ. നമുക്ക് എന്തായാലും ഇനി എല്ലാവരുടെ പെർഫോമൻസും കണ്ടോ. എനിക്കിപ്പോൾ എന്നെ തീരെ കളിച്ചിട്ടില്ലടാ. എറിക്കാർ ചെറിയ കളി കളിച്ചത്, ബാക്കി എല്ലാവരും അത്യാവശ്യമാണ് കളിച്ച് കിട്ടുക. നമുക്ക് എന്തായാലും ഒരു മാച്ച് റിസൾട്ട് ആണ്. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, അതായത് സ്ലിപ്പിക്കാണ് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് റയൽ മാഡ്രിഡ് വന്നിരിക്കുകയാണ് എതിരാളിയായിട്ട്. എന്തായാലും മെയിൻ സ്കോറും കൊണ്ട് ഇറങ്ങുന്നത്. റയൽ മാഡ്രിഡ് നടക്കില്ല, ഉറപ്പാണ്. ഇത് പ്രശ്നമായല്ലോ. ടോറസ് ആരെങ്കിലും ഇവിടെ കളിക്കുമില്ല. എന്താ രണ്ട് പോലും സംഭവം പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും നടക്കുന്നുണ്ട്. പീറ്റർ ഫോർഡ് ഓക്കെ. ബാർസലോണ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അറ്റാക്ക് വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡിയോണിനാണ് സംഭവിക്കുന്നത്. നമുക്ക് ഡ്രോ പിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ഇറ്റ്സ് ടൈം ഫോർ എ ഗോൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോറസ് നേരത്തെ ഇറക്കി. ആടുന്നവനെ കൊണ്ട് അടുപ്പിച്ചാൽ മതി. നമുക്കൊരു പേടി കറക്റ്റ് ഗോൾ കീപ്പർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സേവ് ആയിട്ടുണ്ടെങ്കിലോ പണിയായിരിക്കുമല്ലോ. അടുത്തതായിട്ട് മാച്ച് വരുന്നത് ചാമ്പ്യൻസ് ലീഗാണ്. നമ്മൾ എന്തായാലും വാങ്ങിച്ചു, അതുകൊണ്ട് ഇവൻ അങ്ങ് ഇറക്കിയിട്ട് ഫെറിമീനെ സ്റ്റാർട്ട് കളിപ്പിക്കാം. ഓക്കെ, പിന്നെ അൻസോയെ സ്റ്റാർട്ട് കളിപ്പിച്ചോ. No way, man. It's time for comeback. പിന്നെ നമുക്ക് പവർക്ക് ബാർസിങ് ഇറക്കാം. കുറച്ചായാലും സ്റ്റാർട്ടിങ് ഇട്ടിട്ട് ടോറസ് എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഫെമിയർ ബെഞ്ച് എല്ലാ പേരുണ്ട്. എന്തെല്ലാം ബെഞ്ച് നൽകുന്നു. 21 നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വാർസി ടോറസ് യമാൽ ബാക്ക് ടു വാർസി അൻസു ഫാറ്റി വാർസി ബാർസലോണ 2 ഗോൾ ലീഡ് എടുത്തിട്ടുണ്ട്.
ബാക്കടി. ഓക്കെ, നല്ല കാര്യം ഗൈസ്. ഓക്കെ, നമ്മൾ യമാൽക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു ഡിയോൺ. ഞാൻ ഗോൾ അടിച്ചിട്ട് പോടാ. ഓക്കെ, ഡിയോണ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട്. യമാലിന് പകരം ആരിറക്കൂ? യമാലിന് ആരും ഇറക്കണ്ട. നമ്മൾ ഹീറ്റർ ഫോർഡിന് ഇറക്കുവാണ്. റാഫീന് എന്തായാലും ഫോർഡിന് ബാക്ക് കിടന്നോട്ടെ. പിന്നെ സമ കളിച്ചോട്ടെ, ചാമ്പ്യൻസ് ലീഗല്ലേ, യങ്സ്റ്റേഴ്സിനെ കൊണ്ട് കളിപ്പിക്കാമല്ലോ. അല്ലാണ്ട് പവർ ഹിറ്റർ കളിച്ചോട്ടെ. ആയിട്ടുണ്ട് ഇഷ്ടം. ഈ പവർ ഹിറ്റർ കളിച്ചപ്പോൾ നമുക്കൊരു ഗോൾ അടിക്കേണ്ട ഗോൾസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് ആൻഡ് ഫസ്റ്റ് ഗോൾ. പവർ ഹിറ്ററിൻ്റെ ആദ്യത്തെ മാച്ച് ചാമ്പ്യൻസ് ലീഗിൽ ആദ്യത്തെ മാച്ച് അടുത്ത് ഗോളായത്. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്താ ചെയ്യാൻ, ലെങ്ത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ചിലപ്പോൾ ഈ വീഡിയോ ചില വീഡിയോയിൽ ഞാൻ കട്ടാക്കേണ്ടി വരും. വേറൊരു നല്ല ടാബാണ് ഇത്. എൻ്റെ നാഷണലുണ്ട്, നാഷണൽ കപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. കോപ്പ ഡേൽറേൻ്റെ ഇതൊക്കെ റൗണ്ടിലാണ്, 5th റൗണ്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. അതൊരു ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേരെ. ആൻഡ് വി ആർ ഞാൻ മാച്ചസ് എല്ലാം സ്കിപ്പ് ചെയ്യുകയാണ്. 12 ഓക്കെ, നമുക്ക് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് മാച്ച് വന്നിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് മാച്ച് റഫീന ഷോട്ടില്ല സംഭവം ഗോള്. റഫീൻ ഡിയോൺ ഓക്കെ, മിഡ്ഫീൽഡേഴ്സ് സീനാട്ടങ്ങളെ അറ്റാക്കോ എല്ലാം സീനാണ്. ലാലിഗ പ്രസിഡന്റ് വിചാരിച്ച് നമ്മളിനിയും പൊട്ടുന്നു. സിംഗിള് മോഞ്ചെന്ന് വിചാരിച്ച് നമ്മളെ ബാർസലോണ അത്ര വേഗം പൊട്ടില്ല. ഈ ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇഷ്ടപ്പെടാത്ത, കാരണം വീഡിയോ ലാപ്റ്റ് വരുന്നതുകൊണ്ട് 2-3 മാസം കൂടി മെയിനാക്കുന്നുണ്ടായാലും എപ്പിസോഡ് കഴിയും. ലീഗിലിപ്പോൾ കറന്റ് ടോപ്പിലാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തത്. അത്ലറ്റിക്കോനോടെ ഒരു കളിയും വരുന്നുണ്ട്. അടുത്ത കളി തന്നെ അത്ലറ്റിക്കിനെതിരെയാണ്. ലീഗിൽ റയൽ മാഡ്രിഡ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മളെ. പിന്നെ നമ്മളെ മാറ്റങ്ങൾ കുറച്ചേ ഉള്ളൂ. ഇന്നിഗോനെ ഇറക്കുക, പിന്നെ ജ്യൂസ് കൊണ്ടേ ഇറക്കാൻ പറ്റത്തില്ല അല്ലേ. ഓക്കെ, നമുക്ക് വെച്ചിട്ടുണ്ട്. ഈ മാച്ച് കൂടി എതിർക്കാനായിട്ട് ടേക്കറാണ്. ഓക്കെ, ഹീറ്റർ ഫോർഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹീറ്റർ ഫോർഡ് വിവിയൻ്റെ കയ്യിലേക്ക് പെട്ടു. വിവിയൻ നല്ല സെൻറ്റർ ബാക്കാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇതുവരെ ഓൾക്ക് തന്നെയായിരുന്നു ബാക്ക് ടു
ബാക്ക് ആയിട്ട് കിട്ടിയിരുന്നത്. ഈ യമാനെ സബ്ബായി ലാസ്റ്റായിട്ട് ഓക്കെ എപ്പോഴൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷെ പെർമീനാണ് കിട്ടിയത്. സേവ് ചങ്ങായി 2 പെനാൾട്ടി വരെ സേവ് ചെയ്ത്. എന്നിട്ട് ഓനക്ക് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തേക്കില്ല. മാൻ ഓഫ് ദ മാച്ച് ഈസ് റിഗ് ചെയ്താണ് മാൻ ഓഫ് ദ മാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് മാച്ച് വെച്ച് സെപ്പറേറ്റിക്കാണ് പ്രശ്നമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത്ലറ്റിക്കോ ഒട്ടും പോരാ. നമുക്ക് സിമ്പിളാണ്. ഗോളാക്കിയിട്ട് നമ്മളെ ഒന്നും നോക്കണ്ട, ഒരു 10 ആൾക്കാരാണ് ട്രിപ്പിളിലേക്ക്. നമ്മളാണ് കോളിൽ അടിക്കുന്നത് കേട്ടോ. നമ്മൾ നല്ലോണം തോന്നി. നമ്മളുടെ കോളിൻ്റെ മെസ്സി ഡൂപ്ലിക്കേറ്റ് നമ്മളുടെ മെസ്സി തച്ചാണെന്ന് നമുക്ക് കിട്ടും. മെസ്സിയുടെ ആദ്യം മെസ്സിയുടെ സൈഡിലാണ് നമ്പർക്കൊരു ജോക്കില്ല. നമ്മുടെ ബോസ് മാനേജറാണ്, ഒരു ബെസ്റ്റ് മാനേജറാണ്. കളിക്കാൻ തോന്നുന്നു. കളിക്കാരൻ പറ്റും. നമ്മളെന്തായാലും ഈ സീസണിൽ കൊടുക്കും. നമുക്ക് നീറ്റില്ലാന്ന് അറിയില്ലേ. നമ്മളെ ലാസ്റ്റ് അടിച്ചാൽ ഓവറിലാണ് സമൂഹം. നമ്മൾ അടുത്ത ചാമ്പ്യൻസ് ലീഗ് മാച്ചാണ് ബിഗ് മാച്ചാണ്. നമ്മൾ 40 പോയിന്റ് ടോപ്പിലുണ്ടെങ്കിലും ഓക്കെ. ഈ എപ്പിസോഡ് നമുക്കെല്ലാം നിർത്താമല്ലേ. ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മളെ ജൂൾസ് കൊണ്ട് ഇസ് ബാക്ക്. നമുക്ക് ഇന്ന് നമ്മുടെ ഡിയോങ്ങിൻ്റെ ഓഫർ വന്നിട്ടുണ്ട്. നമുക്ക് ഡിയോങ്ങിനെ വിറ്റാൽ 100 മില്യൺ അടുപ്പിച്ചിട്ട് കിട്ടും. വിറ്റ് കഴിഞ്ഞാൽ അപ്പോഴത്തെ പ്ലേയേഴ്സിനെ സൈനും ചെയ്യാം. ചെയ്യാൻ വിൽക്കുന്നില്ല. നിങ്ങൾ സജസ്റ്റും ചെയ്യുക. ആരൊക്കെ സൈൻ ചെയ്യണം. മാർക്കസ് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യണോ വേണ്ടയോ നിങ്ങൾ പറ. മാർക്കസ് റാഷ്ഫോർഡിനെ മാത്രമേ സൈൻ ചെയ്യുള്ളൂ. നിങ്ങൾ വേഗം പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.